ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്സ് ചാപ്റ്റർ 6 ഏതാണ് ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററാണ്. നമ്മുടെ എക്സ്എംഎസ് എക്സാമിന് വേണ്ടി വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റിലെ ഏത് ടോപ്പിക്കാണ് വീഡിയോ വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇക്വേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇക്വേഷൻസ് ഇവിടെ മിസ് ഹാൻഡ് റിട്ടൺ ആയി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 45:45:90 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് 1:1:√2 ആണെന്നുള്ള കാര്യം മനസ്സിൽ ഓർമ്മ വേണം, കാണാൻ തന്നെ പഠിക്കണം. ഇനി 30:60:90 ആണെങ്കിലോ 1:√3:2 എന്നുള്ള കാര്യം നമുക്ക് മൈൻഡിൽ വരണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സൈൻ, കോസ് ആൻഡ് ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 ഇക്വേഷൻസ് ഇത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്റർ വെള്ളത്തിലാവും. ഓക്കെ അല്ലേ? അപ്പോൾ സൈൻ ആയാലും കോസ് ആയാലും ടാൻ ആയാലും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നും എന്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിൽ അഡ്ജസൻറ്റോ അല്ലെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രയാങ്കിളിൽ ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 90. ആംഗിൾ ക്യൂ എത്രയാണ്? 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആൻഡ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി ആൻഡ് ക്യൂ ആർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് പി ആർ എന്നാണ്. അപ്പോൾ നമുക്ക് പി എന്ത് തന്നിട്ടുണ്ട്? 45 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതി കൊടുക്കാം, 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ക്യൂ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈഡ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ആർ, അതായത് ഏതാണ് പി ആർ? ഈ ഒരു സംഭവമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സംഭവമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് പി ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലേ, ഇവിടെ 45 ഉണ്ട്, 90 ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് അത് ഏത് ട്രയാങ്കിൾ ആയിരിക്കും? 45:45:90 ആയിരിക്കില്ലേ? അപ്പോൾ 45:45:90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞോളൂ, എന്താ പറഞ്ഞേ? 1:1:√2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 45 നമുക്ക് തന്നിട്ടുണ്ട്. 45 ഓപ്പോസിറ്റ് എത്രയാണ്? 5:5:5√2 ആയിരിക്കും. ആൻഡ് പി ആർ എന്ന് പറഞ്ഞുള്ള ആ ഒരു സെക്ഷൻ അല്ലേ? അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 90ക്ക് ഓപ്പോസിറ്റ് ആണ് എന്ത്? പി ആർ. അപ്പൊ പി ആർ എത്രയാണടാ? പി ആർ എത്രയാണ്? 5√2 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? 5√2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയണത്? ഇൻ ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി. എ ബി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അതേപോലെ കോസ് എ എന്ന് പറയുന്നത് 3/5 ആണെന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് എ സിയും സൈൻ എയും ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പൊ നമുക്കിവിടെ അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? എ ബി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണെന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കോസി എന്ന് പറയുന്നത് ഏതാണ്? ഈ ആംഗിളിലെ കോസി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? എ സി എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് 3 ആണെന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അഡ്ജസൻറ്റ്, അപ്പൊ ഇതിന്റെ അഡ്ജസൻറ്റ് സൈഡ് എത്ര? ഇതാണ്. അപ്പൊ ഹൈപ്പോട്ട്ന്യൂസ് ഏതാണ്? എ സി ആണ് ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ? ഓക്കെ അല്ലടാ? അപ്പൊ നമ്മള് എങ്ങനെ എഴുതും? അപ്പൊ 3/AC എന്ന് നമുക്ക് എഴുതാം. 3/AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/. അപ്പൊ നമുക്ക് നേരത്തെ കോസ് എയില് 3/5 ആണല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3/AC എന്ന് പറയുന്നത് അവിടെ ഇപ്പം തന്നെയായിരിക്കും 5 ആയിരിക്കും. കാരണം അത് ക്വസ്റ്റ്യനിൽ തന്ന കാര്യമാണ്. അപ്പൊ അതങ്ങനെ എടുത്ത് എഴുതി കൊടുക്കും. സൈൻ ഈസ് ഈക്വൽ ടു, എങ്ങനെ നമ്മൾ സൈനെ കണ്ടുപിടിക്കുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പൊ എങ്ങനെ വരുമോ? P/AC എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ ഏതാണ് ബി സി? അപ്പൊ സൈൻ എ എന്ന് പറയുന്ന നേരത്തെ ഇത് സൈൻ എടുക്കാൻ നേരത്തെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ? ഏതാണ്? ഇതാണ്. അപ്പൊ നമ്മളിത് അവിടെ എവിടെ അപ്പൊ BC/AC എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 4/5 എന്ന് വരും. അപ്പൊ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണം. BC എങ്ങനെയാണ് നമുക്ക് 4 കിട്ടിയത് അല്ലേ? അപ്പൊ BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി എന്നറിയോ? നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. AB² + BC² ഈക്വൽ ടു AC അല്ലേ? അപ്പൊ 3² + B² ആണെന്ത്? BC² ആണെന്ത്? 5². അങ്ങനെയാണെങ്കിലോ നോക്ക് എങ്ങനെ വരും? അപ്പോ 9 + BC² ആണെന്ത്? 25. അപ്പൊ BC² കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്താൽ മതി? ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എത്രയാവും? 25 - 9. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. അപ്പൊ BC² ആണ് 16. അപ്പൊ നമുക്ക് BC കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? √16 ആവും. √16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്.
ആ 4 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇൻ ദ ഫിഗർ CD ഈസ് പാരലൽ ടു AB. ഈ ഒരു CDയും ഈ ഒരു ABയോട് എന്താണ്, പാരലൽ ആണ്. AC എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ, അതായത് AC ഇതാണ് അല്ലെ, അത് എത്രയാണ് 6 സെന്റിമീറ്റർ എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ എത്രയാണ്, ആംഗിൾ A is equal to 30 ഡിഗ്രി ആൻഡ് ആംഗിൾ B is equal to 45 ഡിഗ്രി. ആംഗിൾ A നമുക്ക് എത്ര തന്നു, 30 ഡിഗ്രി തന്നു. ആൻഡ് ആംഗിൾ B നമുക്ക് എത്ര തന്നു, ആംഗിൾ B 45 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ലെങ്ത് ഓഫ് CD ആൻഡ് AB. ABന്റെയും CDന്റെയും ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ എന്താണ് 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പൊ 90 ഡിഗ്രി തന്നു. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾസ് തന്നപ്പോൾ നമുക്ക് എന്തായി, രണ്ട് ആംഗിളും ഒരു സൈഡും ആയി. അപ്പൊ നമുക്ക് ഏത് റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം, ADC എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ. AC എന്ന് പറഞ്ഞാൽ നമുക്ക് 6 കിട്ടി ആൻഡ് ആംഗിൾ B ഉള്ള കാര്യം നമുക്ക്, അപ്പൊ നമുക്ക് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ, എന്താണ് നമുക്ക് അറിയുന്ന കാര്യം, 30:60:90 എന്നുള്ള കാര്യം നമുക്ക് വരും. ഇവിടെ 30 ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് എത്രയായിരിക്കും, ഇവിടെ 60 ആയിരിക്കും. അപ്പൊ നമ്മൾ ആ 60 മനസ്സിലാക്കിയിട്ട് അത് 60 ആണ്. അപ്പൊ അത് 60 ആണെന്നുള്ള കാര്യം നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം, 1:√3:2 അല്ലേ ഇതിന്റെ സംഭവം അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതും, 3:3√3:6 എന്ന് വരും. TDB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ആക്കുമ്പോ അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ ചെയ്യുന്ന അറിയോ, 45:45:90 എന്നുള്ള സംഭവം വരും. അപ്പൊ എന്താണ് 1:1:√2 എന്ന് വരും. AB കണ്ടുപിടിക്കാനായിട്ട് 3√3നോടൊപ്പം എത്ര ആഡ് ചെയ്യണം, 3 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ഫിഗർ ABCD is a parallelogram. ഇതൊരു പാരലോഗ്രാം ആണ്. ആംഗിൾ A is equal to 30 ഡിഗ്രി ആൻഡ് AB is equal to 12 സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ആംഗിൾ A 30 ഡിഗ്രിയും ആംഗിൾ B 12 സെന്റിമീറ്റർ ആണെന്നുള്ള കാര്യം മനസ്സിലായി. ആൻഡ് AD എത്രയാണ്, 6 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പൊ DEന്റെ ലെങ്ത്തും നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ A നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 30 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലെ. അതപ്പോ തന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യുന്നു. ആംഗിൾ A is equal to 30 ഡിഗ്രി ആൻഡ് AB എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര സെന്റിമീറ്റേഴ്സ് ആണ് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, 12 സെന്റിമീറ്റേഴ്സ് ആണ്. ആൻഡ് AB എന്ന് പറയുന്നത് 12 നമുക്ക് എഴുതി കൊടുക്കാം. മൊത്തത്തിൽ എന്താണ് 12 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഏരിയ ഓഫ് പാരലോഗ്രാം അല്ലെ, ഏരിയ ഓഫ് പാരലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്, ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. ബേസ് മാത്രമേ ഉള്ളൂ, ഇതാണ് ബേസ്. ഈ 12 സെന്റിമീറ്റർ AB ആണ് ബേസ്. AB ആണ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുള്ളത്, ബേസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് തന്നിട്ടില്ല, ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മള് ഇതിന് ഇങ്ങോട്ടേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്ക് നമുക്ക് കിട്ടി. അവിടെ എത്ര ആംഗിൾ ആണ്, 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ 90:30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 60 ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ. അപ്പൊ അവിടെ 60 വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രയാണ്, 30:60:90 എന്നുള്ള സംഭവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് 1:√3:2 എന്നുള്ള കാര്യത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതാണ് എന്ത്, നമുക്ക് 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്, 6 ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അപ്പൊ 6 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും, 6√3. അപ്പൊ അതിന് നേരെ പകുതി ഇവിടെ 3 ആയിരിക്കും അല്ലെ. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും, ഇതാണ് 30ക്ക് ഓപ്പോസിറ്റ് അല്ലെ. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് നമ്മുടെ ഹൈറ്റ് അപ്പൊ എത്ര വരും ഇവിടെ, അപ്പൊ ഈ ഒരു ഹൈറ്റ് വന്നിട്ട് നമുക്ക് എത്ര വരും, 3 എന്ന് വരും. ഓക്കെ ആയില്ലേ. ഹൈറ്റ് കണ്ടു കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 12 × 3. 12 × 3 എന്ന് പറയുന്നത് എത്രയാണ്, 36 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് ആർക്കൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. പോയിന്റ്, ഒരു പോയിന്റിൽ നിന്നും ഓൺ ദ ഗ്രൗണ്ടിൽ നിന്ന് ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ എവേ ഫ്രം ദ ടവർ. ഒരു ടവറിന്റെ 100 മീറ്റർ ദൂരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് സീൻ ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി. അപ്പൊ നമ്മൾ ആ താഴത്തിൽ നിന്ന് മേലേക്ക് നോക്കാൻ നേരത്ത് അതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്, 45 ഡിഗ്രിയാണ് നമുക്ക് അറിയാം. From the top of the tower, ടവറിന്റെ മേലെ നിന്ന് a car is seen at the opposite side of the tower of an angle of depression 25. മേലെ നിന്ന് താഴേക്ക് നോക്കാൻ നേരത്ത് അതിന്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടേ, റഫ് ഫിഗർ വരയ്ക്കണം, ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ടവറിൽ നിന്നും കാറിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. റഫ് ഫിഗർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓരോ ലൈനും സ്പെസിഫിക് ആയി എടുത്തു കഴിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുക, ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്
ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്നും 100 മീറ്റർ ദൂരമാണ് ടവറിലേക്ക്. 100 മീറ്റർ, ഇത്രയും നമ്മൾ 100 മീറ്റർ ആയി എടുത്തു. അതിന്റെ ഇതാണ് എന്തപ്പോ ടവർ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് ടവർ. ടവർ എഴുതണോ? അപ്പൊ ഇതാണ് നമ്മളുടെ ടവർ. അപ്പോ ടവർ വരെ നമുക്ക് കിട്ടി. ആൻഡ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് സീൻ അറ്റ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ ഈ ഒരു ടവറിന്റെ മേലേക്ക് നമ്മൾ നോക്കാൻ നേരത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. 45 ഡിഗ്രി. ഇനി മേലത്തെ നിന്ന് താഴത്തേക്ക് നോക്കാൻ നേരത്ത് ഓപ്പോസിറ്റ് സൈഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വരിക. ആൻഡ് അവിടേക്ക് വരാൻ നേരത്ത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മളെ പോലുള്ള മണ്ടന്മാരും ഇങ്ങനെ വരച്ചിട്ട് ഇത് 25 ആണെന്ന് എഴുതി കൊടുക്കും. അങ്ങനെയല്ലേ ശരിക്കും. അപ്പോൾ എത്രയോ ഒരു നീളം നമുക്ക് തന്നിട്ടുണ്ട്. ആ നീളം നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ മേലെ നിന്ന് താഴേക്ക് ഏതോ ഒരു ദൂരത്തേക്ക് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെയാണ് എന്ത് വരിക? 25 എന്ന് വരിക. പക്ഷെ അവിടെ എങ്ങനെ 25 എന്ന് വന്നേ? സംഭവം നമ്മൾ ടവറിന് മേലെ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര വരും? മേലെ നിന്ന് മേലേക്ക് നോക്കി അങ്ങനെ. അപ്പൊ മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ 25 തന്നെയല്ലേ വരിക. ഇവിടെ 25 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 25 ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് ആർ ഈക്വൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇവിടെ 45 കിട്ടി. ഇതൊരു 90 ആണ്. അപ്പൊ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 45 എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മൾ എഴുതി കൊടുക്കും? 45:90 എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതും അല്ലേ? അപ്പൊ 1:1√2 നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് 45ന്റെ ഓപ്പോസിറ്റ് എത്ര തന്നെയാണ്? 100 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100:100√2 എന്നുള്ള കാര്യം നമുക്ക് കിട്ടി. ടാൻ വെച്ച് നമ്മൾ എടുക്കാന്ന് വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാനിവിടെ ടാൻ ഉപയോഗിച്ച് എടുക്കുകയാണ്. ടാൻ 65 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലേ? ടാൻ 65 ഞാൻ എടുക്കാൻ നേരത്ത് BD/DC എന്നുള്ള കാര്യമാണ് നമുക്കറിയാം അല്ലേ? അപ്പൊ BD അതങ്ങനെ കിട്ടി. ടാൻ 65 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? ജസ്റ്റ് എഴുതിടാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ജസ്റ്റ് പേരിട്ട് കൊടുക്കാം. ABCD. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? BD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ BD അവിടെ വരും. അപ്പോ BD മേലെ വരുന്ന കണക്കിൽ നമ്മൾ എടുത്തു. അപ്പൊ കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമായിരിക്കും. ആൻഡ് BD നമ്മൾ ഇത്ര എന്നുള്ള കാര്യം എടുത്തു. അപ്പൊ നമുക്ക് ടാൻ 65ന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് എത്ര കിട്ടും? 2.14 എന്ന് കിട്ടും. 2.14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD/100 ആണ്. BD/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അപ്പൊ നമുക്ക് അവിടെ BD അവിടെ നിർത്താം. അപ്പൊ എന്ത് വരും? 100 × 2.14 എന്ന് വരും. അപ്പൊ രണ്ട് സ്ഥാനം ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 × 2. പക്ഷെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2.14നെ ഇങ്ങോട്ട് നീക്കിയിട്ട് ആ പോയിന്റ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പൊ 214 ആയിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ബൈ.